ഹലോ ഗായ്സ് പറഞ്ഞേ ഗായ്സോ ഹലോ എന്ന് പറഞ്ഞേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ നാണം വന്നു പെട്ടെന്ന് അനീഷാണ് ഇങ്ങനെ കുർത്ത വെക്കട്ടെ. ദൈവം എന്റെ ഫുൾ കിളി പോയിരിക്കാൻ തോന്നുന്നു. നീ ഭയങ്കര ഇഷ്ടപ്പെട്ടു അഞ്ജേച്ചിക്ക് സന്തോഷമായി. അഞ്ജേച്ചി ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പിന്നെ ലക്ഷ്മി. അങ്ങനെ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പാണ് നമ്മുടെ വീട്ടിൽ പന്തലിടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണം നമുക്ക് ആയി എന്നൊരു ഫീല് വരണം എന്നുണ്ടെങ്കിൽ പന്തൽ എല്ലാം ഇടണം. ഡെക്കറേഷൻ ഇപ്രാവശ്യം നമുക്ക് ചെയ്യുന്നത് സാഫ ഡെക്കറേഷൻസ് ആണ്. അപ്പം ഇനി സ്റ്റേജൊക്കെ വരാനുണ്ട്. നമ്മുടെ റിസപ്ഷൻ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചുറ്റിനും നമ്മൾ ലൈറ്റ്സ് ഒക്കെ ഇടുന്നുണ്ട്, പന്തലും ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മാവൻ വന്നു. അമ്മാവൻ വന്ന് വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ചോദിച്ചു കല്യാണത്തിൻ്റെ ഡേറ്റ് മാറിപ്പോൾ ഇവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന്. അപ്പം ഞങ്ങൾ രാവിലെ തൊട്ട് കുറച്ച് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയൊരു ഡാൻസാണ് ഇനി അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. അഞ്ജേച്ചി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇനിയും കുറേ അധികം ട്രയൽ ചെയ്യാനുണ്ട്. കുറേ അധികം സാധനങ്ങൾ ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് എല്ലാം എടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എനിക്കൊന്ന് നമ്മൾ താലി മാല എടുക്കാൻ നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ AGDയിൽ വന്നു. AGDയിലെ ഇവിടുത്തെ ചങ്ങനാശ്ശേരി ഷോറൂമിൽ കയറി വരുമ്പോൾ തന്നെ നമ്മളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ താലിയും പിന്നെ ദർശനമൊക്കെ ഇടാനുള്ള മാലയും കൂടെ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ മുകളിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മൾ ദർശന മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ചെറിയ താലി, അതിൽ ഫുള്ള് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് തന്നതാണ്. പിന്നെ നമ്മുടെ ഒരു മാലയും കൂടെ ഉണ്ട്. ആക്ച്വലി ഞാൻ ഇത്ര നേരം എൻ്റെ താലിമാല ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഈ ഡ്രസ്സിൻ്റെ കൂടെ അത് ചേരാത്തവർ ഞാനത് മാറ്റി ഇട്ടതാണ്. അത് കാണിക്കുമായിരുന്നെങ്കിൽ അതുകൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഡിഫറൻസസ് കാണിക്കായിരുന്നു. എൻ്റെത് കുറച്ചുകൂടെ വലുതാണ്. എൻ്റെ ഒരു നഖം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുമല്ലോ. ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വിങ് സ്പാനിലാണ്. നമ്മുടെ നാളത്തെ പരിപാടിയുടെയും എല്ലാം ആണുങ്ങളുടെ എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ മുമ്പേ ഇതിനു മുമ്പ് നമ്മളിവിടെ പർച്ചേസ് ചെയ്യാൻ വന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുഞ്ഞുങ്ങളുടെ എനിക്കൊന്ന് ഇവൻ്റെ എല്ലാം നമ്മൾ പരിപാടിക്ക് ഇവിടെ നിന്നാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഡ്രസ്സായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതൊന്ന് വെയർ ചെയ്യാം. ഉണ്ണിച്ചൻ്റെ ഡ്രസ്സ് താണ്ട് ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. ഓരോരുത്തർ വന്ന് നിങ്ങളുടെ ട്രയലുകൾ കഴിയുക. എന്നിട്ട് വേണം ഞങ്ങളുടെ ലേഡീസ് ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് പോയി ട്രയൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ ആദ്യം ആരെയാ ട്രയൽ ചെയ്യിപ്പിക്കേണ്ട? നമുക്ക് കല്യാണ ചെറുക്കനെ തന്നെ ട്രയൽ ചെയ്യിപ്പിക്കാം. ഓക്കെ റെഡി. അപ്പോൾ ഗൈസ് ഇതാണ് ഉണ്ണിച്ചേട്ടൻ്റെ റിസപ്ഷൻ്റെ ഔട്ട്ഫിറ്റ്. യെസ്, നീ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ടെക്സ്ചർ സ്യൂട്ടാണ്, ഒരു ഡിസൈനർ ടെക്സ്ചർ സ്യൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ ഒരു ഇതില്ലാതെയായിട്ടാണ്. ഇതാണ് ഉണ്ണിച്ചേട്ടൻ്റെ ഹൽദിയുടെ ഔട്ട്ഫിറ്റ് വരുന്നത്. എന്റെ പൊന്നി, ഇതാരാ ഇത്? നോക്കിയേ, ഇവിടെ റെഡി 1 2 നമുക്ക് കണ്ണാടി നോക്കാം. അടിപൊളി. കല്യാണത്തിന് കൊള്ളാം. അടിപൊളി ഗൈസ്, അടിപൊളി. അയ്യോ
ഇഷ്ടപ്പെട്ടു, അടിപൊളി. വീണ്ടും ഇതാണ് അനീഷേട്ടൻ ഉണ്ണിച്ചേട്ടന്റെ ഹൽദിക്ക് ഇടുന്ന ഡ്രസ്സ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഫിറ്റാണ്, നല്ല ഫിറ്റ്. അതെ, അനീഷേട്ടൻ ശരിക്കും ഇതിനേക്കാളും വണ്ണമുണ്ട്. ഈ ഡ്രസ്സ് ഇടുമ്പോൾ എന്താണെന്നറിയില്ല, ഇവരെന്തോ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് വണ്ണം കുറവ് തോന്നിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അത്ര വണ്ണമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നാണം വന്നു പെട്ടെന്ന് അനീഷേട്ടൻ ഇങ്ങനെ കുർത്തയൊക്കെ ഇട്ടാണ്. സുന്ദരനായ കണ്ടിട്ടാണ്. നേരെ നമുക്ക് പോയാലോ പരിപാടിക്ക്? ഞാൻ റെഡിയായി. ഡ്രസ് എങ്ങനെ ഉണ്ട്? നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നത്. നമ്മൾ എപ്പോഴും കല്യാണം ആകുമ്പോഴത്തേക്കിന് നമ്മൾ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് മെഷർമെന്റ് ഒക്കെ എടുത്ത് കറക്റ്റ് സൈസൊക്കെ എടുത്ത് നമ്മൾ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഗ്രൂമിന്റെ സൈഡ് മിക്കവാറും റെഡിമെയ്ഡ്സ് ആണ് വാങ്ങിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇവരുടെ ട്രയൽ കണ്ടപ്പോഴാണ് റെഡിമെയ്ഡിനെക്കാട്ടിലും ആണുങ്ങൾക്കും ഉണ്ട് ആ ഒരു ബോഡിയുടെ ആ ഒരു ഷേപ്പും സ്ട്രക്ചറും ഒക്കെ അല്ലേ. അപ്പോൾ അത് കുറച്ചുകൂടെ ഡിഫൈൻഡ് ആവണമെങ്കിൽ കസ്റ്റമൈസ്ഡ് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അത് ഞാൻ നോർമലി അനീഷേട്ടന് റെഡിമെയ്ഡ് വാങ്ങിച്ച് കുർത്ത ഇട്ട് കണ്ടിട്ടുണ്ട്, ഇത് വിട്ട് കണ്ടപ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി ഒരു ഡ്രസ്സ് ഉണ്ടാകും, നമ്മുടെ റിസപ്ഷൻ്റെ ഷർട്ടും പാൻറ്റും ആണ്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമുക്ക് കാണാം. അടിപൊളി അതെ, ഓവറാട്ടോ, ഓവറാ. കുറച്ച് ഓവറാണെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കും. ഞാൻ ആലോചിക്കുകയാണേ, ഞാൻ കാണുന്ന സമയത്ത് അനീഷയുടെ മറ്റേ ഒരു ലൈറ്റ് നീല ഷർട്ട്, ഒരു പാൻറ്, ഇത് മാത്രം ഇട്ടുകൊണ്ടിരുന്ന മനുഷ്യനായി ഇപ്പൊ തിളക്കമുള്ള ഷർട്ട്, തിളക്കമുള്ള കുർത്ത. എന്താണ് നിങ്ങളുടെ ആ ഒരു സ്റ്റൈലിസ്റ്റിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? കൊള്ളാം, സൂപ്പറാണ്. എനിക്കിതൊക്കെ ചേരുമെന്ന് ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലായത്. അങ്ങനെ നമ്മൾ ഉണ്ണിച്ചേട്ടൻ കഴിഞ്ഞു, അനീഷേട്ടൻ കഴിഞ്ഞു, അല്ല ആദ്യം അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അച്ഛൻ. ദൈവം എൻ്റെ ഫുൾ കിളി പോയിരിക്കാൻ തോന്നുന്നു. അടിപൊളി അടിപൊളി അടിപൊളി, വളരെ അടിപൊളി. അടിപൊളിയാണ്. ഇപ്പൊ തന്നെ കറക്റ്റായി. നല്ല രസമുണ്ട്. ഉണ്ട്. കണ്ണാടി നോക്കുന്നില്ലേ? നിങ്ങളൊക്കെ അല്ലേ എൻ്റെ കണ്ണാടി. അപ്പോൾ അങ്ങനെ നമ്മൾ ആണുങ്ങളുടെ സെക്ഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് എന്നാണ് എനിക്ക് പറയാൻ. എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന്. നമ്മൾ ചൂസ് ചെയ്ത ഫാബ്രിക്സ്, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച് നമ്മൾ ഫാബ്രിക്സ് ചൂസ് ചെയ്തായിരുന്നു. ഇപ്പം നമ്മൾ കാണിച്ചത് ആ ഫാബ്രിക്സ് ആ പറഞ്ഞ ഡിസൈൻ വന്നപ്പോഴത്തേക്കിന് എങ്ങനെയാണ് കാണുന്നത്, എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇത് വിങ് സ്പാൻ ചങ്ങനാശ്ശേരിയിലുള്ളതാണ്. അപ്പോൾ ഞാൻ താഴെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളും അത് ചെക്കൗട്ട് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് നേരെ നമ്മുടെ ജാൻവി മേക്കേഴ്സിൻ്റെ അടുത്തോട്ടാണ്. നമുക്ക് അടുത്ത ദിവസങ്ങളൊക്കെ ഇടാനുള്ള ഓർണമെൻറ്റ്സ് നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അടുത്ത് നമുക്ക് കോട്ടയത്തോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഞാൻ മുമ്പേ പറഞ്ഞു നിർത്തി ഞാൻ വേറൊരു സ്ഥലത്തോട്ട് പോകുന്ന, അപ്പോഴാണ് ഞാൻ മറന്നുപോയത് നമ്മുടെ ലക്ഷ്മിൻ്റെയും ബാറിൻ്റെയും ഡ്രസ്സ് ഞാനിവിടെ ആൻസീസ് ഡിസൈൻസിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 ഫംഗ്ഷൻ്റെയും ഡ്രസ്സ് 2 ദിവസം മുമ്പ് ഞാൻ കൊടുത്തു. പക്ഷേ എല്ലാ തവണയും ഇവരുടെ ഡ്രസ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ വന്ന് ട്രയൽ ചെയ്യുക ഒന്നും ചെയ്യാറില്ല. അവനൊന്നെങ്കിൽ എനിക്ക് അവിടെ കൊണ്ടുവന്ന് തന്നിട്ട് ഞാനത് ഇടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻസീസ് ഡിസൈൻസിൻ്റെ എല്ലാ മന്തിലും നമ്മൾ റെഗുലറായിട്ട് ഷൂട്ട്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ആശിഷ് ആണ് അമ്മയുടെ മോൻ. അപ്പം ആശിഷ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു 3 വർഷമായിട്ട് അറിയാവുന്നതാണ്. എനിക്ക് എപ്പോഴും ഒരു അനിയൻ പോലെയാണ്. എന്തിപ്പം ഇങ്ങനെ കല്യാണമൊക്കെ വരുമ്പോഴാണെങ്കിലും എന്നെ വിളിച്ചിട്ട് പറയും, ചേച്ചി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണേ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞ്. അതുപോലെ കേരളാംസിന് വരാൻ പറ്റില്ല, അതുകൊണ്ട് അടുത്ത ദിവസമൊക്കെ വരികയൊക്കെ ചെയ്തു. അപ്പോൾ കുറേ നാളത്തെ ഒരു ബന്ധമാണ്. അപ്പം ഇപ്പം ക്വിക്കായിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്തു തന്നതിന് താങ്ക് യു. അപ്പോൾ നമുക്ക് പിള്ളേരുടെ ഡ്രസ്സ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ജസ്റ്റ് മെറ്റീരിയലൊക്കെ കൊടുത്തുള്ളൂ. ബാക്കിലൊരു ബോയൊക്കെ ചെയ്ത് നല്ല ക്യൂട്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്ത് നമ്മുടെ ഇവരുടെ അമ്മായിയാണ് മെഷർമെൻ്റ് എടുത്തത്. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല കറക്റ്റായിട്ട് ഇച്ചിരി ഇവിടെ ഈ ടോപ്പിൻ്റെ മാത്രം കുറച്ച് ലെങ്ത് കൂടിപ്പോയി. അതിപ്പോൾ നമ്മൾ മടക്കി ഇങ്ങനെ വെച്ചിരിക്കുവാണ്. ഇത് മാത്രം ഒന്ന് അടിച്ചാൽ മതി, ബാക്കിയെല്ലാം നല്ല അടിപൊളി കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നാളത്തേക്കുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഹൽദിയുടെ ഡ്രസ്സ് ഇട്ടിട്ട് വരാം. നാളത്തെ നമ്മുടെ ഡ്രസ്സിന് കുറച്ചുകൂടെ ഓൾട്രേഷൻ ഉണ്ടായിരുന്നു. അത് നമ്മുടെ അമ്മായി എടുത്തതിൻ്റെ ചെറിയ നമ്മൾ മെഷർമെൻറ്റ് അങ്ങനെ എടുക്കുന്ന ശീലമില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ റിസപ്ഷൻ ഇടുന്നത്. കൈ ഇങ്ങനെ വെച്ച് ഇവിടെ ബോ കാണില്ല. പിന്നെ ബാക്കിൽ ഇതും ചെറിയൊരു ലൂസുണ്ട്, അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യണം. ബാക്കിൽ ഇതുപോലെ ഒരു ബോയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ട്വിൻസാണ്, അതുകൊണ്ടാട്ടോ ഞാൻ ഇവർക്ക് ഒരുപോലത്തെ ഡ്രസ്സ് ചെയ്തത്. കണ്ടാൽ തോന്നത്തില്ലെങ്കിൽ ഇവർ ട്വിൻസാണ്. പിന്നെ ഇതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടോ ഡ്രസ്സിന്? കൊള്ളാം. ഇതാണ് നമ്മുടെ നാളത്തെ ഔട്ട്ഫിറ്റ്.
ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെയാണ് നമ്മൾ മറ്റേ തീമൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത് വീണ്ടും കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട് ഇവിടെ എല്ലാം. അപ്പോൾ ഇതുകൂടെ നമ്മൾ ഇവിടെ നിന്ന് റെഡി ആക്കിയിട്ട് നമ്മൾ പോവാം. അങ്ങനെ നമ്മുടെ ഡ്രസ്സെല്ലാം ലാസ്റ്റ് നിമിഷത്തിൽ നമുക്ക് സെറ്റാക്കി തന്നതിന് താങ്ക് യു. ഞാൻ എല്ലാ തവണയും ലാസ്റ്റ് നിമിഷമാണ് വരുന്നത്, പക്ഷേ ഇനി പരിപാടിയൊന്നും ഇല്ല, അധികം കഴിഞ്ഞു, ഇതുകൂടെ ഉള്ളൂ. അപ്പോൾ കല്യാണത്തിന് ആശിഷിൻ്റെ കൂടെ വരിക തീർച്ചയായും. ഓക്കെ. എനിക്ക് ശരിക്കും ഇവിടെ വരുമ്പോഴത്തേന് ഞാൻ ഇവരെയൊക്കെ ആദ്യം വിളിച്ച് കാണിച്ചു, എൻ്റെ ഫോട്ടോ ഇവിടെ ഇരിപ്പുണ്ട്. അല്ല, നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമ്മളിങ്ങനെ ഒരിടത്ത് വരുമ്പോഴത്തേന് അവിടെ നമ്മുടെ ഫോട്ടോ ഉള്ളപ്പോഴത്തേക്കിന്. പ്രോപ്പർ കഞ്ഞിക്കുഴിയാണ്, ആൻസീസ് ഡിസൈൻസ് എന്നാണ് പേര്. എനിക്ക് എന്താ പറയുക, വർഷങ്ങളായിട്ട് 3-4 വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നതാണ്. ആൻറ്റിയുടെ ഇതുപോലെ തന്നെയാണ് ആശിഷും, ഈ സെയിം സ്വഭാവം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് എന്താ പറയണേ, ഭയങ്കര നമുക്കൊരു നമ്മുടേന്ന് തോന്നുന്ന അല്ലേ. അപ്പം താങ്ക് യു സോ മച്ച് ലാസ്റ്റ് നിമിഷത്തിന് എന്നെ ഹെൽപ്പ് ചെയ്തതിന്. ഓക്കെ. അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അനുചേച്ചിയുടെയും വിക്കി ചേട്ടൻ്റെയും പുതിയ ലോകത്തേക്കാണ്. വീണ്ടും ഇവര് ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ആലുമൂട്. ഇവരുടെ സ്വന്തമായിട്ടൊരു പുതിയൊരു മേക്കപ്പ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്നത് വീടിൻ്റെ അപ്സ്റ്റേഴ്സിലായിട്ടായിരുന്നു. അപ്പം ഞാനിവിടെ നേരത്തെ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്തു, പക്ഷെ അന്നേരം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കല്യാണത്തിന് മേക്കപ്പ് ചെയ്ത് ചേച്ചിയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉണ്ണിച്ചേട്ടൻ്റെ ബ്രൈഡായ ദർശനയുടെ മേക്കപ്പും ചെയ്യുന്നത് അനുചേച്ചി തന്നെയാണ്. എനിക്ക് വേറൊരു ഓപ്ഷൻ എനിക്കില്ല, അതുകൊണ്ട് എൻ്റെ മേക്കപ്പ് വന്ന് ചെയ്യുന്നത് ചേച്ചി തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ബ്രൈഡലിൻ്റെ കൂടെ നമ്മൾ റെൻ്റൽസ് കൂടെ ആഡ് ചെയ്യാണ്. ജാൻവി ജുവലേഴ്സ് ആൻഡ് ഡെക്കേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം കുറേ അധികം ജ്വല്ലറീസ് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഏതെങ്കിലും സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, അപ്പോൾ വന്ന് നോക്കി ഏതാണോ ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്യാം. ഏതൊക്കെ ടൈപ്പാണ് ഇപ്പം യൂഷ്വലി ഉള്ളത്? കൂടുതൽ നമ്മൾ ആൻറ്റിക്ക് ചെട്ടിനാട്, പിന്നെ അങ്ങനത്തെ പേഴ്സ് എല്ലാ ടൈപ്പും ഉണ്ട് നമ്മുടെ. എല്ലാ ടൈപ്പും AD സ്റ്റോൺസ് ഉണ്ട് അങ്ങനത്തെ, പിന്നെ കുന്തൻ അങ്ങനത്തെയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ബ്രൈഡ്സ് വരുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡ് ഓൺ ആണിത് അല്ലേ. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മൾ കുറേ എത്ര സ്ഥലത്ത് ഞങ്ങൾ അരപ്പട്ടിയും ചുട്ടിയും തപ്പി നടന്നു. ബിക്കോസ് ഞാൻ വേറെ ചെയ്തിരുന്നത് ഡയമണ്ടിൻ്റെ എന്തായിരുന്നു പറയുന്നത്, പേരൊക്കെ മറന്നുപോയി, അൺകട്ട് ഡയമണ്ട്സിൻ്റെ ആയിരുന്നു. അപ്പം നമുക്ക് യൂഷ്വലി എല്ലാ ബ്രൈഡ്സും ആൻറ്റിക്കിൻ്റെ ജ്വല്ലറീസ് ഇടുന്ന കാരണം അതിൻ്റെ സിമിലർ ആയിട്ടുള്ള ചുട്ടിയും അരപ്പട്ടിയും ഒന്നും കിട്ടാൻ എന്ത് പാടാം. ചേച്ചി കൊച്ചിയിലൊക്കെ പോയി ഓരോരുത്തടത്തുനിന്ന് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബിക്കോസ് എനിക്ക് സമയമില്ലാഞ്ഞ കാരണം ചേച്ചി എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു ആ സമയത്ത്. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ വരിക, ചൂസ് ചെയ്യുക. അപ്പം അഞ്ചേച്ചിയും ദർശനമുണ്ട്, അവരുടെ നാളത്തേക്കുള്ള ഔട്ട്ഫിറ്റ്സിനുള്ള മാലകൾ സെലക്ട് ചെയ്യണം, അതിൻ്റെ അടുത്ത ദിവസത്തേക്കുള്ളത് സെലക്ട് ചെയ്യണം. അപ്പം ഞങ്ങൾ ഇവിടെ ഒന്നിങ്ങനെ വിറകാൻ പോവാണ് ഞങ്ങൾ. അപ്പം നമുക്ക് ഇവിടുത്തെ ഓരോ സാധനങ്ങളും നോക്കാം. ഇത് നല്ലതാ, ലൈക്ക് സിമ്പിൾ ആൻഡ് സ്വീറ്റ്, നല്ല ഭയങ്കര എലഗന്റ് ഉണ്ട് ഈ സാധനം. എടുക്ക ചെറുക്കം വരൂ. ഓക്കെ, ബ്രൈഡിന്റെ ഓക്കെ അത് മതി. ഓക്കെ, ഫിക്സ്. ഗൈസ്, നമ്മൾ അടുത്ത ഡ്രസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ബ്രൈഡ് ഒരു ഡ്രസ്സേ ഉള്ളൂ. അഞ്ചേച്ചി ഇവിടെ ഇപ്പം 3-4 ഡ്രസ്സാണ്. അയ്യോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കൊരു കുഞ്ഞുണ്ടായിരുന്നല്ലോ, ഉറങ്ങിയോ? അഞ്ചേച്ചി ഇതൊരു ഡിഫറെന്റ്, നമ്മളെപ്പോഴും സ്ഥിരം കാണുന്ന. ഇതിനൊരു മോഡേൺ ടച്ച് ഉണ്ട്. മറ്റേത് ബാഹുബലിയിലെ ദേവസേനയെ പോലെ അഞ്ചരയായിട്ട് നിൽക്കുകയാണ്. അഞ്ചേച്ചിക്ക് സന്തോഷമായി? കൃതാർത്ഥയായോ? ഈ ഒരു ഡ്രസ്സ് അഞ്ചേച്ചി റിസപ്ഷൻ ഇട്ട് ആരും കാണാൻ പറ്റില്ല. എന്നാൽ അതും എന്തൊക്കെയോ ഇഷ്യൂ ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി. അതുകൊണ്ട് അഞ്ചേച്ചി ആ സങ്കടം തീർക്കാൻ ഒന്നുകൂടെ ഉണ്ണിച്ചേട്ടൻ്റെ റിസപ്ഷന് വീണ്ടും പിന്നെ രസമുണ്ടല്ലേ? ചാത്തനൊന്നുമല്ല, അയ്യപ്പന.
അയ്യപ്പനാണോ ലക്ഷ്മി അല്ലേ താമരയിൽ ഇരിക്കുന്ന ആരാ സരസ്വതി അല്ലേ ലക്ഷ്മി അനീഷ് ജി അല്ല അനീഷ് ഗോപാലകൃഷ്ണൻ അങ്ങനെ പല പേരാ അനീഷ് അല്ലേ? ഇതിപ്പം ഓക്കെ ആണ്. ഇതിങ്ങനെ എനിക്ക് നോക്കുമ്പോൾ ഇതുമായിട്ടൊരു സിമിലർ തോന്നുന്നു. ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്യുന്നു. പക്ഷെ എനിക്കൊരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. മുകളിൽ വൈറ്റ് വരുന്നുണ്ട്, താഴെ ഈ ഗോൾഡൻ ആണ് കൂടുതൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഗോൾഡുമായിട്ട് അത് വരുന്നുണ്ട്. ഇതുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്തത് കാരണം അവർ തമ്മിൽ കുഴപ്പമില്ലാതെ ആ പുള്ളി ആദ്യം ഇപ്പോൾ ഉണ്ട്. എന്ത് അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ ഇവിടുന്ന് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ സമയം ഏകദേശം എത്ര സമയം 11 കഴിഞ്ഞു. ഞങ്ങൾ അങ്ങനെ എന്താണെന്നറിയില്ല, വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. പഞ്ചശീൻ ദർശനമൊക്കെ ഓൾറെഡി പോയി, അവർക്കൊക്കെ വീട്ടിൽ പോകണമല്ലോ. ഞങ്ങൾ ഓൾമോസ്റ്റ് കുറേ എണ്ണം സെലക്ട് ചെയ്തു. കുറേ എണ്ണം ചേച്ചിയും ചേട്ടനും നമ്മുടെ കല്യാണത്തിന് റെഡിയാക്കാൻ വരുമ്പോഴത്തേക്കിനും കൊണ്ടുവരും. അപ്പോൾ അടിപൊളി കളക്ഷൻസ് ആട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. താങ്ക് യു. നിങ്ങൾ ഇവിടെ നിന്നാണ് ഇതൊക്കെ ഹാൻഡ് പിക്ക് ചെയ്തത്? പറയത്തില്ല, സീക്രട്ടാ. ഓ ട്രേഡ് സീക്രട്ടാണ്. അല്ല അങ്ങനല്ല, എല്ലാം ലൈക്ക് ഭയങ്കര ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. നമ്മളിപ്പം എടുത്തിരിക്കുന്നത് അതറിയാനുണ്ട് ഓരോന്നിനും. നമ്മുടെ പ്രൈസ് ആണെങ്കിലും എല്ലാവരും പുറത്തൊക്കെ ഉള്ളവരല്ലേ, അപ്പോൾ അവർ ഈ ലാസ്റ്റ് മിനിറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ വന്നു കഴിയുമ്പോൾ അവർ നമ്മോട് പറഞ്ഞ് നിങ്ങളുടെ തന്നെ എല്ലാം ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും, നിങ്ങൾക്കല്ല ഞങ്ങളുടെ ഇത് നിങ്ങൾക്കെല്ലാം അറിയത്തുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടത് മാത്രം. അല്ലാതെ എടുത്ത് വെക്കുന്ന 10 എണ്ണം ഉണ്ടെങ്കിൽ 10 എണ്ണവും ബ്രൈഡിന് ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ നോക്കിയെടുത്ത്. ഞങ്ങൾ രണ്ടും ഡയറക്റ്റ് പോയി എടുത്ത്. അത് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, ഏത് വേണം അല്ല അത് നല്ലൊരു ഓപ്ഷൻ. ഇപ്പം എനിക്കൊന്നും കുറേയധികം ആൾക്കാർ വെളിയില്ല. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ചടപടയെന്ന് കല്യാണവും പരിപാടികളും ഒക്കെ. അപ്പോൾ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ചാച്ചാ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇനിയിപ്പോൾ ഒന്നുമില്ല, ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങും, എന്നിട്ട് നാളെ എണീറ്റിട്ട് റെഡി ആവണം, അതൊക്കെ ഉള്ളൂ. അപ്പോൾ ചാച്ച ബൈ ബൈ, സീ യു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.